നമസ്കാരം. ഈ കേരളം മുഴുവൻ തങ്ങളുടെ സ്വത്താണെന്ന് വിചാരിക്കുന്ന ഒരു പാർട്ടിക്കാരേ ഉള്ളൂ, അത് CPM ആണ്. പലയിടങ്ങളിലും CPM ആധിപത്യമുള്ള പലയിടങ്ങളിലും കോൺഗ്രസിനോ BJPക്കോ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കോ ഒന്നും വോട്ട് ചോദിക്കാൻ പോലും പോകാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു. ഇന്ന് ആ അവസ്ഥയൊക്കെ ഒരുവിധം മാറി. എങ്കിലും ചിലയിടങ്ങളിലൊക്കെ ഇത്തരത്തിൽ CPMകാർ BJPക്കാരെയും കോൺഗ്രസ്സുകാരെയും ഒക്കെ തടയുന്നു എന്നുള്ള വാർത്തകളും ദൃശ്യങ്ങളും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നലെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടായത് പാലക്കാട്ട് നിന്ന്. അവിടെ ശോഭാ സുരേന്ദ്രനും UDF സ്ഥാനാർത്ഥിയായി രമേഷ് പിഷാരടിയുമാണ് മത്സരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അവിടെ രമേഷ് പിഷാരടി വോട്ട് ചോദിക്കാനായി പോകുമ്പോൾ വനിതകൾ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം രമേഷ് പിഷാരടിയെ തടയുകയാണ്. അവിടെ വോട്ട് ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇത് BJPക്കാരുടെ ശൈലിയല്ല, ഇത് കോൺഗ്രസ്സുകാരുടെ ശൈലിയല്ല, ഇത് CPMകാരുടെ മാത്രം ശൈലിയാണ്. ഒരു പാർട്ടി ഗ്രാമം അല്ലെങ്കിൽ അവർക്ക് ആധിപത്യമുള്ള ഒരു സ്ഥലത്ത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർ പ്രവർത്തിക്കാനോ അവരുടെ കൊടി ഉയർത്താനോ അവിടെ വോട്ട് ചോദിക്കാനോ ചെയ്യാൻ പാടില്ല എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് തെമ്മാടികളുടെ മാത്രം ഒരു രീതിയാണ്. ആ നിലപാടിനോട് യോജിക്കാൻ കഴിയില്ല. ഒരു സ്ത്രീയാണ് രമേഷ് പിഷാരടിയെ തടയുന്നത്. പക്ഷേ രമേഷ് പിഷാരടി വളരെ പക്വമായി അവിടെ നിന്ന് പിൻവാങ്ങി. അദ്ദേഹത്തിൻ്റെ മറുപടിയും അതേ രീതിയിൽ വളരെ പക്വമായിട്ടുള്ളതായിരുന്നു. അത് തീർത്തും ശോഭാ സുരേന്ദ്രന് ദോഷം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. കാരണം ശോഭാ സുരേന്ദ്രൻ ഒരിക്കലും ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല. ശോഭാ സുരേന്ദ്രനെ അവിടെ തോൽപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന BJPയുടെ മുഖംമൂടി അണിഞ്ഞെത്തിയിരിക്കുന്ന ചിലരുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് BJPക്കാരുടെ ശൈലിയല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു സ്ത്രീയാണ് രമേഷ് പിഷാരടിയെ തടയുന്നത്. ഒരു സ്ഥലത്തേക്ക് വോട്ട് ചോദിച്ച് ചെല്ലാൻ പാടില്ല എന്ന് പറയാൻ അവർക്ക് എന്താണ് അവകാശം? അവർക്കറിയില്ലേ ഇവിടെ BJPയുടെ സ്ഥാനാർത്ഥി ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായാൽ, അതായത് UDF സ്ഥാനാർത്ഥി അവിടെ വോട്ട് ചോദിക്കാൻ വരുമ്പോൾ BJPയുടെ പ്രവർത്തകർ അയാളെ തടയുന്നു എന്നൊരു അവസ്ഥ ഉണ്ടായാൽ, അത് പുറം ലോകം അറിഞ്ഞാൽ, അത് സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ പ്രചരിച്ചാൽ അതിൻ്റെ ദോഷം അവിടുത്തെ BJP സ്ഥാനാർത്ഥിക്കാണെന്നുള്ള കാര്യം ഇവിടെ അതിൻ്റെ അണികൾക്കോ ഈ തടഞ്ഞ ആൾക്കാർക്ക് അറിയാത്തത് കൊണ്ടാണോ? അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം BJPയുടെ ശൈലിയല്ല ഇത്. അവിടെ ശോഭാ സുരേന്ദ്രനെതിരെ പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കണം ഇത്തരത്തിൽ രമേഷ് പിഷാരടിയെ തടഞ്ഞത്. ശോഭാ സുരേന്ദ്രനെ അവിടെ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. രാഷ്ട്രീയ ഭേദമന്യേ അവിടെ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. രമേഷ് പിഷാരടി ഒരു തുടക്കക്കാരനാണ്. അദ്ദേഹത്തിന് എത്രമാത്രം ഈ പൊതുപ്രവർത്തന രംഗത്ത് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് നമുക്ക് ഉറപ്പില്ല. കാരണം മുകേഷും ഗണേഷും ഉൾപ്പെടെയുള്ള പലരും, ഗണേഷിനെ നമുക്ക് അത്തരത്തിൽ കൂട്ടാൻ കഴിയില്ല. കാരണം ഗണേഷിൻ്റെ അച്ഛൻ മന്ത്രിയായിരുന്നു, രാഷ്ട്രീയ നേതാവായിരുന്നു. കേരള കോൺഗ്രസ് B അദ്ദേഹത്തിൻ്റെ കുടുംബ സ്വത്താണ്. അതുകൊണ്ട് തന്നെ ആ സ്വത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ബാധ്യത ഗണേഷിനുണ്ടായിരുന്നു. KSRTC വികസനത്തിൻ്റെ പാതയിലാണ് എന്ന് അവകാശപ്പെടുമ്പോഴും അത് യാഥാർത്ഥ്യമല്ല എന്നുള്ളത് മറ്റൊരു വസ്തുത. പിന്നെ സിനിമാക്കാരനായ മുകേഷ് കാണിച്ചു കൂട്ടിയതൊക്കെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. രമേഷ് പിഷാരടി എന്തായാലും അത്തരക്കാരനാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഭരണപരമായി അദ്ദേഹത്തിന് ആ മണ്ഡലത്തിൽ യാതൊന്നും ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് ശോഭാ സുരേന്ദ്രന് മാത്രമേ കഴിയൂ എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കാരണം ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ എവിടെ അവർ മത്സരിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ അവർ ഭൂരിപക്ഷം കൂട്ടിയ ഒരു സ്ഥാനാർത്ഥിയാണ്. അതുമാത്രമല്ല, കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാനും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ മുന്നിൽ നിന്ന് അതിനെ പ്രതിരോധിക്കാനും ഒക്കെയുള്ള അസാമാന്യമായിട്ടുള്ള ഒരു കഴിവുള്ള വ്യക്തിയാണ് ശോഭാ സുരേന്ദ്രൻ. അങ്ങനെ വരുമ്പോൾ ശോഭാ സുരേന്ദ്രൻ അവിടെ ജയിക്കേണ്ടത് പാലക്കാട്ടുകാരുടെ ഒരു ആവശ്യമാണ്. ഈ കോൺഗ്രസിലെ പലർക്കും രമേഷ് പിഷാരടിയുടെ സ്ഥാനാർത്ഥിത്വത്തോട് എതിർപ്പുണ്ട് എന്നുള്ള കാര്യം പരസ്യമായ രഹസ്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർ അതേക്കുറിച്ച് മിണ്ടുന്നില്ല. ആ ഒരു അവസരത്തിലാണ് വോട്ട് ചോദിക്കാൻ വന്ന രമേഷ് പിഷാരടിയെ തടയുന്ന ഒരു അവസ്ഥയുണ്ടായത്. തീർച്ചയായും അത് ശോഭാ സുരേന്ദ്രനെതിരെ പ്രവർത്തിക്കുന്നവർ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അവിടെ ശോഭാ സുരേന്ദ്രൻ വിജയിക്കണമെന്നായിരുന്നുവെങ്കിൽ രമേഷ് പിഷാരടിയെ തടയേണ്ട ഒരാവശ്യവുമില്ല. ഇപ്പോൾ CPMകാർ തന്നെ പലയിടങ്ങളിലും അവിടെ മറ്റുള്ള പാർട്ടിക്കാരെ വോട്ട് ചോദിക്കുന്നതിൽ നിന്ന് തടയുന്നു. ഇന്നലെ തന്നെ വനിതാ മോർച്ചക്കാർ അവിടെ ഏതോ ഒരു സ്ഥലത്ത് വോട്ട് ചോദിക്കാൻ ചെന്നപ്പോൾ CPMൻ്റെ ഒരു ഗുണ്ട അവൻ നിന്ന് തടയുന്നുണ്ട്. അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് തടയുന്നുണ്ട്. അവിടെ CPMൻ്റെ കോട്ടയാണ്, അതുകൊണ്ട് അവിടെ ചെന്ന് വോട്ട് ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് തടയുന്നുണ്ട്. ആ സ്ത്രീകൾ ആർജവത്തോടെ മുന്നോട്ട് പോയി എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ഇതൊരിക്കലും യോജിക്കാൻ കഴിയുന്ന ഒന്നല്ല. പക്ഷേ ശോഭാ സുരേന്ദ്രൻ ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് എനിക്കറിയില്ല. പക്ഷേ ശോഭാ സുരേന്ദ്രൻ ഒരു കാരണവശാലും ഈ ഒരു വാദത്തോട് യോജിക്കുന്ന ഒരാളല്ല. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അന്യമായിട്ടുള്ള ഒരു ശൈലിയാണ്. അവരൊരിക്കലും എതിരാളികളെ ഇത്തരത്തിൽ താറടിച്ച് കാണിക്കാനോ കുപ്രചരണങ്ങളോ ഒന്നും നടത്താനോ ഒന്നും മുതിരാറില്ല.
അതുകൊണ്ട് തന്നെ ഇന്നലെ വന്ന ആ സ്ത്രീയുടെ ശരീരഭാഷയും അവരുടെ ഒരു ധാർഷ്ട്യമൊക്കെ സൂചിപ്പിക്കുന്നത് ഒരിക്കലും അവർ BJP-യിൽ പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന് ഞാൻ കരുതുന്നില്ല. മനസ്സുകൊണ്ട് ഒരുപക്ഷെ അവർ BJP-യിലായിരിക്കാമെങ്കിലും മനസ്സുകൊണ്ട് അവർക്ക് മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടായിരിക്കാം. എന്തായാലും ഇതൊരു നല്ല പ്രവണതയല്ല. ഇതിന് തടയിടേണ്ടത് ഈ പറയുന്ന BJP നേതാക്കളാണ്. ഇവിടെ ആർക്കും എവിടെയും വോട്ട് ചോദിക്കാനുള്ള ഒരു അവകാശമുണ്ട്. കാരണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ രീതിയിലൂടെ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അവിടെ ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും, നിയമപരമായി പ്രവർത്തിക്കുന്ന ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും വോട്ട് ചോദിക്കാൻ ഉള്ള അവകാശമുണ്ട്. അതുകൊണ്ട് BJP നേതാക്കൾ ഇത്തരം ശൈലിയെ പ്രോത്സാഹിപ്പിക്കരുത്. കോൺഗ്രസ് നേതാക്കളും ഇത്തരം ശൈലിയെ പ്രോത്സാഹിപ്പിക്കരുത്. ഈ ഒരു ശൈലി സാധാരണക്കാരായ പൊതുജനങ്ങളുടെ മനസ്സിൽ ഇത്തരം നിങ്ങളുടെ പാർട്ടി നേതാക്കളെയും പാർട്ടിയെയും അകറ്റാൻ മാത്രമേ ഉപകരിക്കൂ. അതാണ് ഇപ്പോൾ CPM-ൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് BJP-യുടെ നേതാക്കൾ എന്തായാലും ഇത് തിരിച്ചറിയണം. ഇതിനെ അപലപിക്കാനും ഇനി മേലിൽ ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകാതിരിക്കാനും, പ്രവൃത്തികൾ അണികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാതിരിക്കാനുമുള്ള ഒരു നടപടികൾ BJP നേതാക്കൾ സ്വീകരിക്കണം.